ശനിയാഴ്ച ഒരു ഔട്ടിംഗ് ഉണ്ടല്ലോ ഗൈസ്. പക്ഷേ ഇത് ഔട്ടിംഗ് അല്ല, നമ്മൾ വേറൊരു ആവശ്യത്തിന് പോയിട്ട് തിരിച്ച് വന്ന വഴി ഡിന്നർ നോക്കി ഇവിടെ നിന്ന് എന്തെങ്കിലും കയറി കഴിക്കാമെന്ന്. അപ്പോൾ ഞാനാണെങ്കിൽ ആ സ്ഥലത്തോട്ട് പോയതുകൊണ്ടും നല്ല ഡ്രസ്സ് ഇട്ടേക്കുന്നത് കൊണ്ടും ഞാൻ പുറത്തിറങ്ങി. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഔട്ടിങ്ങിന് വേണ്ടിയാണ് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം കറങ്ങാനാണ് പോകണമെങ്കിൽ കൂറ വേഷത്തിലേ പോകുള്ളൂ, കാറിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. പക്ഷേ ഇന്ന് നല്ല ഡ്രസ്സൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ പുറത്തിറങ്ങി. ഒരാഴ്ചത്തെ ഡയറ്റിംഗ് ആണ് കേട്ടോ. ഒരു ദിവസം ഒരു രാത്രി കൊണ്ട് ഇല്ലാതായത്. എൻ്റെ എല്ലാ എഫേർട്ടും ഞാൻ ഒരു ദിവസം കൊണ്ട് കളഞ്ഞു ഗൈസ്. കാരണം 1 കിലോ ആണ് ഈ ഒരാഴ്ച കൊണ്ട് കുറഞ്ഞത്. അതെന്തായാലും ഇന്ന് രാത്രി കൊണ്ട് കൂടിയിട്ടുണ്ടാവും. പിന്നെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കണത്. പിന്നെ അവരൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞാൻ ഫുഡ് അങ്ങ് കഴിച്ചത്. എല്ലാം കഴിച്ചു. അപ്പോൾ ഡിനു ആണ് മേടിച്ചത് മറ്റേ ഷവർമയും സാൻഡ്വിച്ചും കൂടിയുള്ള ഒരു കോംബോയും. ഞാൻ സമോസ ചാറ്റും കുട്ടികൾക്ക് ഫ്രഞ്ച് ഫ്രൈസാണ് മേടിച്ചത്. പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള ഫുഡാണ് കേട്ടോ. അവർ സെർവ് ചെയ്യുന്ന രീതിയാണെങ്കിലും നല്ല ഒരു ഫ്രഷ്നെസ് ഒക്കെ ഉണ്ട് അതിന്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പിന്നെ പതിവ് തെറ്റിച്ചില്ല, ഡിനുവിൻ്റെ ഷവർമയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ അതാണ് എടുത്ത് കഴിച്ചത്. പിന്നെ നമ്മൾ അങ്ങനെയാണല്ലോ ഗൈസ്, നമ്മൾ ഭാര്യമാർ ഭർത്താക്കന്മാർ മേടിക്കുന്ന ഫുഡല്ലേ നമ്മളെടുത്ത് കഴിക്കൂ. അതാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ ഓർഡർ ചെയ്യുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് അവർ ഓർഡർ ചെയ്യുന്ന ഫുഡിനായിരിക്കും. എനിക്കാണെങ്കിൽ ഇങ്ങനെ നൈറ്റ് ഡ്രൈവൊക്കെ പോകാനാണ് ഏറ്റവും ഇഷ്ടം. രാവിലെയൊക്കെ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കും. എന്നിട്ട് രാത്രിയാകുമ്പോൾ എന്താണെന്നറിയില്ല, അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോരാന്ന് ഓർത്ത് നിന്നപ്പോഴാണ് റൂത്ത് മോളവിടെ കുറേ കുട്ടികൾ കളിക്കുന്നത് കണ്ടത് പാർക്കിൽ. അങ്ങനെ ഞങ്ങളും അവളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട്, അവൾ കരച്ചിലായിരുന്നു പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അവിടെ കയറ്റി. പക്ഷേ ഡിനുവിന് ഭയങ്കര ഒരു പേടിയായിരുന്നു, കാരണം കാടൊക്കെ പിടിച്ച് കിടക്കണോണ്ട് വല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് കുറച്ച് നേരം അവളെ കളിപ്പിച്ചിട്ട്. പക്ഷേ അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്ന് ഹിന്ദിക്കാരൊക്കെ ഇരിക്കാൻ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഒക്കെ ഇരിക്കുക. സൈഡിൽ പുഴയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും പാമ്പൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേഗം വീട്ടിലോട്ട് പോകുന്നുണ്ട്. പിന്നെ ലൂക്കിനെ കുറേ നേരം നമ്മൾ കയറ്റാൻ നോക്കി, പക്ഷേ അവന് നല്ല പേടി.